മനോഭാവങ്ങളാണ് എന്തിനേയും നല്ലതും ചീത്തയുമാക്കുന്നത്. ഒരു ഈസോപ്പ് കഥയുണ്ട്. ഒരിക്കൽ ഈസോപ്പ് ചെരുപ്പ് കുത്തിയായ തൻ്റെ സുഹൃത്തിനോടൊപ്പം ഒരു ഗ്രാമത്തിൽ ഒലിവ് മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്നു. അടുത്ത ഗ്രാമത്തിൽ നിന്നും തൊഴിലന്വേഷിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ ഈസോപ്പിനെ സമീപിച്ചിട്ട് ചോദിച്ചു, കുറച്ചു നാൾ ഈ ഗ്രാമത്തിൽ എനിക്ക് താമസിക്കണമെന്നുണ്ട്. ഈ നാടും ഇവിടുത്തെ ആളുകളും എങ്ങനെയുള്ളവരാണ്? ഈസോപ്പ് തിരിച്ചാ ചെറുപ്പക്കാരനോട് ചോദിച്ചു, താങ്കളുടെ നാടും താങ്കളുടെ നാട്ടിലെ ജനങ്ങളും എങ്ങനെയുള്ളവരാണ്? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എൻ്റെ നാട്ടിലെ ജനങ്ങൾ പരസ്പരം സ്നേഹത്തോടും സഹകരണത്തോടും സൗഹൃദത്തോടും കഴിയുന്നവരാണ്. ഇത് കേട്ട് ഈസോപ്പ് ചെറുപ്പക്കാരനോട് പറഞ്ഞു, ഇവിടുത്തെ ജനങ്ങളും അങ്ങനെയുള്ളവർ തന്നെയാണ്. താങ്കൾക്ക് സന്തോഷത്തോടെ ഈ നാട്ടിൽ കഴിയാം. നാളുകൾ കഴിഞ്ഞപ്പോൾ ഇതേ ചോദ്യവുമായി മറ്റൊരു ചെറുപ്പക്കാരൻ ഈസോപ്പിനെ സമീപിച്ചു. ഈസോപ്പ് ആ ചെറുപ്പക്കാരനോടും ചോദിച്ചു, താങ്കളുടെ നാടും നാട്ടുകാരും എങ്ങനെയുള്ളവരാണ്? അദ്ദേഹം പറഞ്ഞു, പരസ്പരം കലഹിക്കുന്നവരും ഒരു സഹകരണമില്ലാത്തവരും പരദൂഷണം പറയുന്നവരുമാണ് എൻ്റെ നാട്ടുകാർ. വളരെ മോശം ജനങ്ങളാണ്. ഈസോപ്പ് പറഞ്ഞു, താങ്കൾ ഇങ്ങോട്ട് താമസം മാറ്റാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെയുള്ളവരാണ്. ഒരേ സ്ഥലത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞത് കേട്ടിട്ട് ചെരുപ്പ് കുത്തി ഈസോപ്പിനോട് ചോദിച്ചു, താങ്കൾ എന്താണ് രണ്ടുപേരോടും രണ്ടു തരത്തിൽ മറുപടി പറഞ്ഞത്? അപ്പോൾ ഈസോപ്പ് ചിരിച്ചുകൊണ്ട് ചെരുപ്പ് കുത്തിയോട് പറഞ്ഞു, മനോഭാവങ്ങളാണ് എന്തിനേയും നല്ലതും ചീത്തയുമാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിൽ ഇരുട്ട് നിങ്ങൾക്കൊരു പ്രശ്നമാകില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു വിളക്കുണ്ടെങ്കിൽ ഇരുട്ട് നിങ്ങൾക്കൊരു പ്രശ്നമാകില്ല. നിങ്ങൾ ചെന്നെത്തുന്ന ഇടങ്ങളും കണ്ടുമുട്ടുന്ന മനുഷ്യരും ഇടപഴകുന്ന സാഹചര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയത്തില്ല. മാറ്റാൻ കഴിയുന്ന ഒന്നുണ്ട്, നമ്മുടെ മനോഭാവങ്ങളാണ്. ആറ്റിറ്റ്യൂഡ് ഈസ് എവരിതിങ്. താങ്ക് യു.